തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നണികൾ കളം നിറയുമ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 21-ന് ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. സ്ഥാനാർത്ഥിത്വം നവംബർ 24 വരെ പിൻവലിക്കാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചെങ്കിലും മുന്നണികൾ സീറ്റ് വിഭജന ചർച്ചകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പതിയെ ചൂടുപിടിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണികൾ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 21-ന് ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. സ്ഥാനാർത്ഥിത്വം നവംബർ 24 വരെ പിൻവലിക്കാം. ഡിസംബർ 9-നാണ് ജില്ലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. ആകെ 1192 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 1119 പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും 73 മുനിസിപ്പാലിറ്റിയിലുമാണ്. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണത്തിനും വോട്ടെടുപ്പിന് ശേഷമുള്ള അവയുടെ ശേഖരണത്തിനും ആവശ്യമായ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ബ്ലോക്ക് തലത്തിൽ 8 കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റി തലത്തിൽ 2 കേന്ദ്രങ്ങളുമാണുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെൻട്രൽ ഓഫീസർമാരെയും നിയോഗിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 100ഉം മുനിസിപ്പാലിറ്റിയിൽ 7 സെക്ടറുകളാണുള്ളത്. ജില്ലയിൽ 2194 കൺട്രോൾ യൂണിറ്റ്, 6467 ബാലറ്റ് യൂണിറ്റ് എന്നിവ തെരഞ്ഞെടുപ്പിനായി സജ്ജമാണ്. ജില്ലയിലാകെ 52 പഞ്ചായത്തുകളും 2 നഗരസഭകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണുള്ളത്. പഞ്ചായത്തുകളിലേക്കാകെ 834 വാർഡുകളും 73 മുനിസിപ്പാലിറ്റി ഡിവിഷനുകളും 112 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഉണ്ട്. സിറ്റി വിഷൻ, അടിമാലി.